ഗൈസ്, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു കാര്യമില്ലാണ്ട് മേക്കപ്പ് ചെയ്ത് ചോദിച്ചോ. ഗൈസ്, നമ്മളിപ്പോൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിക്കൂ. അതെ, എന്തിനാണെന്ന് ചോദിക്കൂ. ഞാൻ നാട്ടിൽ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ UK അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തിലാണ് ഗൈസ്. ഇവർ ശരിക്കും ദുഃഖത്തിലാണ്. അതുവരെ വെളിയിൽ കാണിക്കുന്നില്ല, ഉള്ളിൽ അമർത്തി പിടിച്ചിരിക്കുകയാണ്. ചില അത് അവരുടെ വിഷമം കൊണ്ട് അവർ അഭിനയിക്കുകയാണ് സുഹൃത്തുക്കളെ, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ UK വന്ന ദിവസം മുതൽ എന്നാണ് വീട്ടിൽ പോകുന്നത് എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. അന്നും ഞാൻ 2022 വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, അന്ന് ആ വർഷം ഡിസംബറിൽ പോകണം എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് മാറി, പിന്നെ അതും മാറി, അതിൻ്റെ അപ്പുറത്തെ വർഷമായത് ഇപ്പം 2024 എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിവേ, എക്സൈറ്റഡ് ആണ്, വെരി മച്ച് എക്സൈറ്റഡ്. ഉണ്ട്, എല്ലാവരും എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നാട്ടിൽ. തിരികെ ഞാൻ ആ പാട്ട് പാടിയിട്ടാണ് എന്നെ കയറ്റി വിട്ടത്. അതിനുശേഷം ഇപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും എന്റെ നാട് ഒന്നടങ്കം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ വരുന്നുണ്ടെന്ന്. എന്റെ നാട്ടിലുള്ള എല്ലാവർക്കും വീണ്ടും വരുവാന്ന് എല്ലാവർക്കും അറിയാം ഞാൻ വരുന്നുണ്ടെന്ന്. എല്ലാരും എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കൂരോക്കട നിവാസികളെ, ഞാൻ വരികയാണ്. എയർപോർട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ വലിയ വണ്ടി വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ലഗേജ് ഒക്കെ കയറ്റി ചെക്ക് ഇൻ കഴിഞ്ഞതിന് ശേഷം ഇവര് തിരിച്ചു പോയി. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു ഗൈസ്. അതിൻ്റെ ഒന്നും നമുക്ക് ഭയങ്കര ടെൻഷനിൽ ഇത് ചെയ്യുമ്പോൾ നമുക്കൊന്നും അപ്ഡേഷൻ ചെയ്യാൻ പറ്റില്ല. അതിനവിടെ ഫോൺ പോലും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ഗേറ്റ് 12 പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. കുറേ ആൾക്കാർ ഇങ്ങനെ പല ഗേറ്റ്സിൽ പല ഫ്ലൈറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാണാമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഗേറ്റിൽ എത്തിയിട്ട് ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ബാക്കിലൊക്കെ ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സ് ഇങ്ങനെ റെഡി ആയിട്ട് ഫ്ലൈ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ആക്ച്വലി കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഗേറ്റ് ഓപ്പണായി എൻ്റെ സോണിലേക്ക് കയറിയിട്ട് ഞാൻ പോകുന്ന ആ ഫ്ലൈറ്റ് ഇതാ കിടക്കുന്നു. A380 എയർബസ് ആണ്. അത് എയർബസ് A380 എമിറേറ്റ്സിൻ്റെ ആക്ച്വലി ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലൈറ്റാണ്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്ലൈറ്റാണ്. ആ സമയം കൊണ്ട് ഞാൻ അവിടെ ബാക്കി ഫ്ലൈറ്റുകളൊക്കെ കുട്ടി ഫ്ലൈറ്റുകളൊക്കെ പോകുന്നതൊക്കെ ഞാൻ നോക്കി. ഇന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ആ ഫ്ലൈറ്റ് വെച്ച് ഇത് നോക്കുമ്പോൾ മനസ്സിലാകത്തില്ല. പക്ഷേ എനിക്ക് അവിടെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ചെറുതായിട്ട് തോന്നി ഈ ബാക്കി ഫ്ലൈറ്റൊക്കെ. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ നടന്നു പോയി കയറുന്നു. ഈ ഈസി ജെറ്റിൻ്റെ ഈ ഫ്ലൈറ്റിൽ ആൾക്കാർ നടന്നു പോയി കയറുന്നു. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം. അത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആ പ്രോസസ്സ് മൊത്തം ഞാനിവിടെ കണ്ടുകൊണ്ടിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരാൾ അത് ബാക്കി കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ശരിക്കും പറഞ്ഞൊരു അനുഭവം തന്നെയാണിത് കാണുന്നത് തന്നെ. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിനുള്ളിലേക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കടന്നു. എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിനുള്ളിൽ കയറി ഏകദേശം സെറ്റിലാകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സീറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് എൻ്റെ ലഗേജൊക്കെ ഞാൻ മേളിൽ വെച്ചു. എൻ്റെ ക്യാബിൻ ബാഗൊക്കെ ഞാൻ മേളിൽ വെച്ച് സെറ്റ് ചെയ്തു. എല്ലാവരും ഫ്ലൈറ്റിന് വേണ്ടി റെഡി ആയിട്ടിരുന്നു. എൻ്റെ പിന്നെ വിൻഡോ സീറ്റായിരുന്നു. എനിക്ക് എന്തോ ഭാഗ്യത്തിന് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അങ്ങനെ ഞാൻ എല്ലാം സെറ്റായി ടേക്ക് ഓഫ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. ആക്ച്വലി ഭയങ്കര 1-2 മണിക്കൂറൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഒത്തിരി നേരം ഫ്ലൈറ്റിലിരിക്കും ശരിക്കും പറഞ്ഞാൽ ബോറടിക്കും, കൺജസ്റ്റഡ്. എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരുന്നു. ഞാൻ മാപ്പിലൊക്കെ നോക്കി ഇവിടുന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന് ദുബായിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് മൈലും ടൈമും ഒക്കെ കണ്ട് ഏകദേശം എന്തോരം ഫ്ലൈറ്റ് ചെയ്യുന്നത് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ നോക്കി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ നിൽക്കുന്ന ആൾ ഇങ്ങനെ കൈകൊണ്ടൊക്കെ കാണിക്കുമ്പോഴാണ് ആക്ച്വലി ഫ്ലൈറ്റ് പോകുന്നത്. അയാൾ ഭയങ്കര സംഭവം മെയിനായ ആൾ. അങ്ങനെ ഫ്ലൈറ്റ് പതുക്കെ ഓടാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ കാറിലൊക്കെ ഗിയർ മാറ്റുന്ന പോലത്തെ ഫീൽ നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യും ഫ്ലൈറ്റിൽ ആ സ്പീഡ് കൂടുമ്പോൾ. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ സ്പീഡ് കൂടി അങ്ങനെ പതുക്കെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു. അത് നല്ല രസമാണല്ലോ. ഞാൻ അധികം ഫ്ലൈറ്റൊന്നും കയറിയിട്ടില്ല. ഇങ്ങോട്ട് വന്നപ്പോഴാണ് മെയിനായിട്ടും കയറിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ആക്ച്വലി നല്ല രസമായിട്ട് തോന്നുന്നത് എപ്പോഴും ഫ്ലൈറ്റിൽ പോകുന്നത്. അങ്ങനെ പതുക്കെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഷോ കാണാം ഫ്ലൈ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അതും ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആക്ച്വലി ഫുള്ള് ഭയങ്കര മേഘമായിരുന്നു. അതുകൊണ്ട് ഫുള്ള് വെളുത്തിരിക്കുമായിരുന്നു, നമുക്കൊന്നും കാണാൻ മേലായിരുന്നു. ഫുൾ മേഘം തന്നെ. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴയും കൂടെ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെ
പിന്നെ കുറച്ചുകൂടെ ഫ്ലൈ ചെയ്ത് മേളിൽ കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ ഇൻട്രസ്റ്റ് കടൽ പോലെ ഇങ്ങനെ മേഘം കിടക്കുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് കുറച്ച് നേരം ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ നമുക്ക്. അപ്പം സിനിമയാണെങ്കിൽ മലയാള സിനിമയ്ക്കകത്ത് കണക്കാം. പിന്നെ കുറച്ച് നേരം ഞാൻ ഒന്ന് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് വന്നു. ഫുഡ് ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്തത് മീറ്റ്ബോൾസ് ഇൻ ഗ്രേവി ആൻഡ് മാഷാണ്. ആക്ച്വലി ബിരിയാണി കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെറൈറ്റിക്ക് വേണ്ടി ഇതങ്ങ് എടുത്തതേ ഉള്ളൂ. കണ്ടാലറിയാവുന്നൊരു ഊത്ത ബിരിയാണി ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഇത് ഞാൻ കഴിച്ചത് എനിക്ക് ആക്ച്വലി ഇഷ്ടമായി. എനിക്ക് അത്ര മോശമായിട്ട് തോന്നിയില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു സാലഡും ഉണ്ടായിരുന്നു. പിന്നെ എന്നാ ബണ്ണ് അതും ഇതൊക്കെ എനിക്കിത് അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നി, ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ ഡെസേർട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ആക്ച്വലി. ഡെസേർട്ട് എന്തൊരു കാരമൽ പുഡിങ് ബ്രൗണി പോലത്തെ സാധനം, അതൊക്കെ അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിച്ചു, അതെനിക്ക് നല്ല ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് ചീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്രാക്കേഴ്സ്, ചീസ് ആൻഡ് ക്രാക്കേഴ്സ് ഉണ്ടായിരുന്നു. അതും കഴിച്ചു. ഞാൻ പുതപ്പ് എടുത്തിട്ട് എനിക്ക് തണുക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങി. കുറച്ച് നേരമല്ല, ഒരു 6 മണിക്കൂറോളം ഫ്ലൈറ്റ് കഴിഞ്ഞതിന് പതുക്കെ ദുബായ് കാണാൻ തുടങ്ങി. ദുബായിലെ ലൈറ്റ്സ് മേളിൽ നിന്ന് കാണാൻ അടിപൊളിയാണ്, ഭയങ്കര ഭംഗിയാണ്. ഒരുമാതിരി പെരുന്നാളിൽ തിരിയൊക്കെ അടുപ്പിച്ച് കത്തിച്ച് വെക്കത്തില്ല, അതുപോലെയായിരുന്നു. ഭയങ്കര ഭംഗിയായിട്ട് തോന്നി എനിക്ക്. അങ്ങനെ ഏകദേശം ഞാൻ ദുബായിൽ ലാൻഡ് ചെയ്യാറായി. പക്ഷേ ദുബായിലെ ഇറങ്ങിയതിന് ശേഷമുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞാൻ നല്ല ക്ഷീണത്തിലായിരുന്നു. ഞാൻ കയറി ഉറങ്ങി. ദുബായിൽ നിന്ന് ഫ്ലൈറ്റിൽ വീണ്ടും കയറി ഉറങ്ങി. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോൺ പോലും എടുത്തത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചായയും ബിസ്ക്കറ്റും കഴിച്ച് കാരണം ഞാൻ അതുപോലെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. പിന്നെ വേറെ ഒന്നും ചെയ്തില്ല, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഈ ഫ്ലൈറ്റിൽ രണ്ടാമത് കയറിയ ഫ്ലൈറ്റിലാണെങ്കിൽ മര്യാദയ്ക്ക് ഫോണൊന്ന് കുത്തിയിടാൻ പോലുള്ള ഒരു സോക്കറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരെ പിന്നെ ലാൻഡ് ചെയ്തു. പിന്നെ ഭയങ്കര ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. മീൻസ് വീട്ടിലേക്ക് പോകും, വീട്ടുകാരെ കാണാമെന്നുള്ളത്. ഞാൻ എൻ്റെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഏകദേശം ഫോണിൻ്റെ ചാർജ് തീരാറായി. പിന്നെ ആക്ച്വലി ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അന്ന് എന്നെ കണ്ടുപിടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു, അവർ കണ്ടില്ല എന്നെ ആക്ച്വലി. എന്നിട്ട് പിന്നെ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അവരെന്നെ കണ്ടുപിടിച്ചത്. ഞാൻ ആക്ച്വലി എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് അങ്ങനെ അവസാനം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. സുഹൃത്തുക്കളെ കണ്ടു, ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അമ്മച്ചീനെ നിങ്ങൾ കണ്ടു. അന്നത്തേക്ക് എൻ്റെ ഫോൺ ആക്ച്വലി സ്വിച്ച് ഓഫ് ആയത് പോയതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസിലെല്ലാം ഞാൻ എല്ലാ അമ്മച്ചീനെയും കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് യാത്ര തുടങ്ങി. 1% വീഡിയോ ആണിതെല്ലാം. അപ്പോൾ അതാണ് എൻ്റെ അമ്മാവൻ. അപ്പം അടുത്ത വീഡിയോ കാണാം.